ഈശോയിലേറെ പ്രിയപ്പെട്ടവരെ, ദൈവവചന വായനയുടെ 5-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് നാം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായമാണ് ശ്രവിക്കുന്നത്. വചനം ശ്രവിക്കുന്നതിനു മുൻപായി നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് സകലവും അറിയുന്ന തമ്പുരാന്റെ സന്നിധിയിൽ ഈ നിമിഷങ്ങളെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ഈശോയെ, വായനയുടെ 5-ാം ദിവസമായി ഇന്ന് അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ എന്റെ ഹൃദയം ഒരുപാട് വേദനകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഈശോയെ, ഞാൻ നിൽക്കുന്നത് പ്രതിസന്ധികളുടെയും കണ്ണീരിന്റെയും നടുവിലാണ്. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ ചെയ്യാത്ത തെറ്റുകളുടെ പേരിൽ മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റക്കാരനായി മുദ്രകുത്തപ്പെട്ടവനാണ് ഞാൻ. എന്റെ പ്രിയപ്പെട്ടവരെന്നും നാട്ടുകാരെന്നും കരുതുന്നവർ പോലുമില്ലാത്ത വചനങ്ങൾ പറഞ്ഞു പരത്തി എന്നെ നാണം കെടുത്താൻ ശ്രമിക്കുമ്പോൾ ഉള്ളുരുകുന്ന വേദനയോടെ ഞാൻ അങ്ങയെ വിളിക്കുന്നു. ദൈവമേ, ഇതിന്റെയെല്ലാം പിന്നിലെ സത്യങ്ങൾ അങ്ങ് ലോകത്തിന് വെളിപ്പെടുത്തിക്കൊടുക്കണമേ. അങ്ങ് സത്യത്തിന്റെ ദൈവമാണല്ലോ. എന്നെ വേദനിപ്പിക്കുന്നവരെയും വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുന്നവരെയും ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ പ്രവൃത്തികളെ ഓർത്ത് അവരെ ശിക്ഷിക്കരുതേ, മറിച്ച് അവരെയും അവിടുന്ന് കാത്തുപരിപാലിക്കണമേ. അവരുടെ ഉള്ളിൽ വിവേകത്തിന്റെ വെളിച്ചം നിറയ്ക്കണമേ. അങ്ങയുടെ വചനം ശ്രവിക്കുമ്പോൾ എന്റെ ഉള്ളിൽ സമാധാനം നിറയ്ക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈശോമിശിഹായുടെ അതിപരിശുദ്ധമായ നാമത്തിൽ ആമേൻ. ഇന്ന് നമ്മൾ 5-ാം അധ്യായം വായിക്കാൻ ഒരുങ്ങുമ്പോൾ ഇന്നലെ 4-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിച്ചു നിർത്തിയത്. സേത്തിനും ഒരു പുത്രൻ ജനിച്ചു. സേത്ത് അവനെ എനോഷ് എന്ന് വിളിച്ചു. ആ കാലത്ത് മനുഷ്യർ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. മുൻപത്തെ അധ്യായങ്ങൾ വായിക്കാത്തവരാണ് നിങ്ങൾ എങ്കിൽ മുകളിൽ ഐബട്ടണിൽ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചതിനു ശേഷം മാത്രം 5-ാം അധ്യായം വായിക്കുക. എന്നാൽ മാത്രമേ ഈ വായനയുടെ ആവശ്യകത മനസ്സിലാകുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം ആദം മുതൽ നോഹ വരെയുള്ള വംശാവലിയിലൂടെ മനുഷ്യചരിത്രത്തിന്റെ തുടർച്ചയെക്കുറിച്ചും ദൈവത്തിന്റെ വലിയ പദ്ധതികളെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉൽപ്പത്തി അധ്യായം 5 ആദം മുതൽ നോഹ വരെ. ആദത്തിന്റെ വംശാവലി ഗ്രന്ഥമാണിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്റെ സാദൃശ്യത്തിലാണ് അവനെ ഉണ്ടാക്കിയത്. അവിടുന്ന് അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. സൃഷ്ടിദിവസം തന്നെ അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യനെന്ന് വിളിക്കുകയും ചെയ്തു. ആദത്തിന് 130 വയസ്സായപ്പോൾ തന്റെ സാദൃശ്യത്തിലും ഛായയിലും അവനൊരു പുത്രൻ ജനിച്ചു. ആദം അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിന്റെ ജനനത്തിനുശേഷം ആദം 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. ആദത്തിന്റെ ആയുഷ്കാലം 930 വർഷമായിരുന്നു. അതിനുശേഷം അവൻ മരിച്ചു. സേത്തിന് 105 വയസ്സായപ്പോൾ എനോഷ് ജനിച്ചു. എനോഷിന്റെ ജനനത്തിനുശേഷം സേത്ത് 807 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. സേത്തിന്റെ ആയുഷ്കാലം 912 വർഷമായിരുന്നു. അവൻ മരിച്ചു. എനോഷിന് 90 വയസ്സായപ്പോൾ കെയ്നാൻ ജനിച്ചു. കെയ്നാന്റെ ജനനത്തിനുശേഷം എനോഷ് 815 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. എനോഷിന്റെ ആയുഷ്കാലം 905 വർഷമായിരുന്നു. അവൻ മരിച്ചു. കെയ്നാന് 70 വയസ്സായപ്പോൾ മഹലലേൽ ജനിച്ചു. മഹലലേലിന്റെ ജനനത്തിനുശേഷം കെയ്നാൻ 840 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. കെയ്നാന്റെ ആയുഷ്കാലം 910 വർഷമായിരുന്നു. അവൻ മരിച്ചു. മഹലലേലിന് 65 വയസ്സായപ്പോൾ യാരെദ് ജനിച്ചു. യാരെദിന്റെ ജനനത്തിനുശേഷം മഹലലേൽ 830 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. മഹലലേലിന്റെ ജീവിതകാലം 895 വർഷമായിരുന്നു. അവനും മരിച്ചു. യാരെദിന് 162 വയസ്സായപ്പോൾ ഹെനോക്ക് എന്ന പുത്രനുണ്ടായി. ഹെനോക്കിന്റെ ജനനത്തിനുശേഷം യാരെദ് 800 വർഷം ജീവിച്ചു. അവനു വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. യാരെദിന്റെ ജീവിതകാലം 962 വർഷമായിരുന്നു. അവനും മരിച്ചു. ഹെനോക്കിന് 65 വയസ്സായപ്പോൾ മെത്തുശൈലഹ് എന്ന മകനുണ്ടായി. മെത്തുശൈലഹിന്റെ ജനനത്തിനുശേഷം ഹെനോക്ക് 300 വർഷം കൂടി ദൈവത്തിനു പ്രിയപ്പെട്ടവനായി ജീവിച്ചു. അവനു വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. ഹെനോക്കിന്റെ ജീവിതകാലം 365 വർഷമായിരുന്നു. ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. പിന്നെ അവനെ കണ്ടിട്ടില്ല. ദൈവം അവനെ എടുത്തു. 187 വയസ്സായപ്പോൾ മെത്തുശൈലഹ് ലാമെക്കിന്റെ പിതാവായി. ലാമെക്കിന്റെ ജനനത്തിനുശേഷം മെത്തുശലഹ് 782 വർഷം ജീവിച്ചു. അവനു വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. മെത്തുശൈലഹിനറ ജീവിതകാലം 969 വർഷമായിരുന്നു. അവനും മരിച്ചു.
ലാമെക്കിന് 182 വയസ്സായപ്പോൾ ഒരു പുത്രനുണ്ടായി. കർത്താവ് ശപിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ അവൻ നമുക്ക് ആശ്വാസം നേടിത്തരും എന്ന് പറഞ്ഞ് അവനെ നോഹ എന്ന് വിളിച്ചു. നോഹയുടെ ജനനത്തിനു ശേഷം ലാമെക്ക് 595 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. ലാമെക്കിന്റെ ജീവിതകാലം 777 വർഷമായിരുന്നു. അവനും മരിച്ചു. നോഹയ്ക്ക് 500 വയസ്സായതിനുശേഷം ഷേം, ഹാം, യാഫത്ത് എന്നീ പുത്രന്മാരുണ്ടായി. ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തോടുകൂടെ നടക്കുക. ഹാനോക്ക് 300 വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. ഹാനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. പിന്നെ അവനെ കണ്ടിട്ടില്ല. ദൈവം അവനെ എടുത്തു. ജീവിതത്തിലേക്കൊരു സന്ദേശം. ഈ അധ്യായത്തിൽ പല മനുഷ്യരുടെ ജനനത്തെയും മരണത്തെയും കുറിച്ച് ആവർത്തിച്ചു പറയുന്നുണ്ട്. എന്നാൽ അവരിൽ നിന്നെല്ലാം ഹാനോക്ക് എന്ന വ്യക്തി വേറിട്ടു നിൽക്കുന്നു. എല്ലാവരും ജീവിച്ചു മരിച്ചപ്പോൾ ഹാനോക്കിനെക്കുറിച്ച് പറയുന്നത് അവൻ ദൈവത്തോടുകൂടെ നടന്നു എന്നാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ വരികൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അനശ്വരമായ ബന്ധം. ലോകത്തിൽ നാം എത്രകാലം ജീവിച്ചു എന്നതിനേക്കാൾ എങ്ങനെ ജീവിച്ചു എന്നതാണ് പ്രധാനം. ഹാനോക്കിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവവുമായുള്ള ഗാഢമായ ബന്ധം മരണത്തെപ്പോലും അതിജീവിക്കുമെന്നാണ്. ഹാനോക്കിന് കുടുംബവും മക്കളും ഉത്തരവാദിത്തങ്ങളുമുണ്ടായിരുന്നു. എങ്കിലും തന്റെ ദൈനംദിന ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും അവൻ ദൈവത്തെ മറന്നില്ല. നമ്മുടെ ജോലികൾക്കിടയിലും ദൈവത്തെ കൂടെ കൂട്ടാൻ നമുക്ക് സാധിക്കണം. ലോകം തിന്മയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹാനോക്ക് ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചത്. ചുറ്റുമുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നതല്ല, നാം ഏത് പാത തിരഞ്ഞെടുക്കുന്നു എന്നതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം നിശ്ചയിക്കുന്നത്. നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യമല്ല, മറിച്ച് ആ ജീവിതത്തിൽ നാം എത്രമാത്രം ദൈവത്തോടും സഹജീവികളോടും ചേർന്നു നിൽക്കുന്നു എന്നതാണ് പ്രധാനം. ഹാനോക്കിനെപ്പോലെ ഓരോ നിമിഷവും ദൈവസാന്നിധ്യത്തിൽ നടക്കാൻ നമുക്ക് ശ്രമിക്കാം. സമാപന പ്രാർത്ഥന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ വായന ഇവിടെ പൂർത്തിയാകുമ്പോൾ നമുക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. എന്റെ ഈശോയെ, അങ്ങയുടെ ജീവനുള്ള വചനം ശ്രദ്ധയോടെ ശ്രവിക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലൂടെ ആദം മുതൽ നോഹ വരെയുള്ള തലമുറകളുടെ ചരിത്രവും അങ്ങയുടെ അത്ഭുതകരമായ പരിപാലനയും മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചുവല്ലോ. കർത്താവേ, ഈ ബൈബിൾ വായനായജ്ഞം 5 ദിവസങ്ങൾ പിന്നിടുമ്പോൾ എന്റെ ജീവിതത്തിലെ സകല തടസ്സങ്ങളെയും ആവശ്യങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള പ്രത്യേക ആവശ്യങ്ങളും തടസ്സങ്ങളും ഒരു നിമിഷം മൗനമായി കർത്താവിനോട് പറയുക. നാഥ, എന്റെ ഈ പ്രാർത്ഥനകൾ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വയ്ക്കുന്നു. ഈ ബൈബിൾ വായന പൂർത്തിയാക്കുന്നതിനു മുൻപായി എന്റെ ഈ അപേക്ഷകൾ അങ്ങയുടെ തിരിഹിതമനുസരിച്ച് നടത്തിത്തരണമെന്ന് വിനീതമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ഈ സമ്പൂർണ്ണ ബൈബിൾ വായന എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് ക്രൈസ്റ്റ് ദ കിങ് എന്ന ചാനലിലൂടെ നിങ്ങൾക്കായി സംപ്രേഷണം ചെയ്യുന്നതാണ്. ഈ വചനയാത്രയിൽ എല്ലാ ദിവസവും പങ്കുചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ദിവസവും കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. ഈ വചനവായന നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്തു നൽകുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും സ്ഥലവും ആവശ്യങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ എല്ലാവരെയും നാളെ കാണും വരേക്കും സമൃദ്ധമായി അനുഗ്രഹിച്ചു കാത്തുപരിപാലിക്കട്ടെ.